വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമുക്ക് മൈന്യൂട്ടായിട്ട് സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. മൈന്യൂട്ടായിട്ടുണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണയായിട്ട് ചില സ്ത്രീകൾക്ക് പീരിയഡ്സ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാലോ പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ചില സ്ത്രീകൾ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടും. എന്നാൽ ചില സ്ത്രീകളിൽ സിംറ്റംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. സിംറ്റംസ് ഒന്നും ഇല്ലാതെ ആയിട്ടും പീരിയഡ്സ് ഒന്നും മിസ്സായി കഴിഞ്ഞൊരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അവരും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും അവർക്ക് റിസൾട്ട് പോസിറ്റീവ് കിട്ടും. അപ്പോൾ ചില 2 കാറ്റഗറി ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു 3 കാറ്റഗറി ആയിട്ട് നമുക്ക് പ്രഗ്നൻസി ലക്ഷണങ്ങൾ വരുന്നവരെ തിരിക്കാനായിട്ട് സാധിക്കും. 1 പ്രഗ്നൻസി ലക്ഷണങ്ങൾ എല്ലാം ഉള്ളവർ, 2 പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്തവർ, 3 പ്രഗ്നൻസി ലക്ഷണങ്ങൾ വന്നിട്ട് ജസ്റ്റ് ഒന്ന് അത് പോകുന്നവരെ. ചിലവർക്കൊക്കെ എന്ന് പറയുന്നത് പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഫുള്ളായി എൻറ്റയർ 9 മന്ത്സ് വരെയൊക്കെ ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട്. ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രഗ്നൻസി ലക്ഷണങ്ങളൊന്നും ഉണ്ടാകാറുമില്ല. അപ്പോൾ ഈ പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരും എന്നുള്ളൊരു ടേം കൊണ്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉള്ളവരെന്ന് പറയുന്നത് അവർക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രഗ്നൻസി ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വോമിറ്റിംഗ് ഉണ്ടാകും, അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് ഉണ്ടാകും, ഹാർട്ട് ബേൺ ഉണ്ടാകും, ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകും, ചിലർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകും, മറ്റു ചിലർക്ക് കാലിന് വേദനയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇനി ഇതില്ലാത്തവരെന്ന് പറയുന്നത് ഈ മെജോറിറ്റി ആയിട്ട് ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഇല്ലാത്തവരെ ആയിരിക്കും നമുക്ക് പ്രഗ്നൻസി ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തവരെന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അതായത് ചില സ്ത്രീകൾക്ക് ഒട്ടും തന്നെ വോമിറ്റിംഗ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല, ഹാർട്ട് ബേൺ ഉണ്ടാവില്ല, ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല, മൂഡ് സ്വിങ്സും വലുതായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരെയാണ് നമുക്ക് പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരും എന്നുള്ളൊരു കാറ്റഗറിയിൽ തിരിക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ ശരീരം ഒരു ബേബിയെ നമ്മുടെ ശരീരം വഹിച്ച് അന്നങ്ങ് വളർന്നു തുടങ്ങുന്ന ആ ഒരു സമയത്ത് എന്തൊക്കെ വന്നാലും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക തന്നെ ചെയ്യും. കാരണം ഒരു വസ്തു നമ്മുടെ ശരീരത്തിൽ അങ്ങനെ വളർന്നു വരുമ്പോഴേക്കും എന്തൊക്കെയായാലും നമ്മുടെ ശരീരം നമുക്ക് കുറച്ച് ലക്ഷണങ്ങൾ കാണിച്ചു തരും. മെജോറിറ്റി ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളൊരു ടേം കൊണ്ട് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ഗർഭിണികൾക്ക് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാൽ കൂടി തന്നെയും വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഉണ്ട്. ഇത് പ്രഗ്നൻസിയുടേതാകാം. നമ്മൾ ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ലക്ഷണങ്ങൾ വന്നതിന് ശേഷം നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകാം, ചിലപ്പോൾ ഇത് പ്രഗ്നൻസിയുടെ ആകാതെയും ഇരിക്കാം. അങ്ങനെയുള്ള 3 ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പ്രഗ്നൻസി ലക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ദാഹം കൂടുന്നതിനെയാണ്. ദാഹം കൂടുക എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വെള്ളം കുടിച്ചിട്ട് നമുക്ക് ദാഹം കെടാതെ വരിക, അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് തോന്നുക, നമ്മുടെ തൊണ്ടയും നാവും ഒക്കെ വറ്റിപ്പോയിട്ട് ചിലവരിങ്ങനെ വെള്ളം വേണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് കൂടി വരില്ലേ. സാധാരണ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മൾ എപ്പോഴെങ്കിലും വെയിലത്ത് നിന്ന് കയറി വരുമ്പോഴോ അല്ലെങ്കിൽ വെയിൽ കൂടുതലായിട്ട് കൊള്ളുമ്പോഴോ ചൂട് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോഴൊക്കെ, അതായത് ദേഹം അനങ്ങി കുറച്ചങ്ങോട്ട് വർക്ക് ചെയ്തൊക്കെ കഴിയുമ്പോഴാണ് എല്ലാവർക്കും വെള്ളം വേണം അല്ലെങ്കിൽ ഒരു ദാഹം അനുഭവപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറ്. പക്ഷേ പ്രഗ്നൻസിയുടെ ആ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദാഹം കൂടുതലായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോൾ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ കൂടി തന്നെയും നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കുടിക്കണം എന്നുള്ളൊരു ടെൻഡൻസീസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എംബ്രിയോ അറ്റാച്ച് ആയിട്ട് അതിങ്ങനെ വളർന്നു വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ വെള്ളം നല്ലപോലെ വേണ്ടി വരും. കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പല ന്യൂട്രിയൻസും നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് കിട്ടും, ഓക്സിജൻ നമ്മുടെ വെള്ളത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 80% അത്രയും ബ്ലഡിൽ വെള്ളമാണ്, വാട്ടറിൻ്റെ കണ്ടൻ്റാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ വാട്ടർ നമുക്ക് കൂടുതലായിട്ട് വേണ്ടി വരും. കുഞ്ഞിൻ്റെ ആ ഗ്രോത്തിനും കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനും ഒക്കെ ഏർലി സ്റ്റേജിൽ നമ്മുടെ ശരീരത്തിൽ വെള്ളം നല്ലപോലെ വേണ്ടുന്നത് അത്യാവശ്യമാണ്. നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ചെറുതായിട്ടൊന്ന് വെള്ളം കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പെട്ടെന്ന് ഇങ്ങനെ ദാഹിക്കുന്നതായിട്ട് നമുക്ക് വെള്ളം വേണ്ടുന്നതായിട്ട് കൂടുതലായിട്ട് തോന്നിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴേക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ ദാഹം വളരെയധികം കൂടുതലാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. രണ്ടാമതായിട്ട് ഉണ്ടാകുന്നത് വിശപ്പാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസീസാണ് അവിടെ അനുഭവപ്പെടുന്നത്. ചിലവരൊക്കെ പറയാറുണ്ട് ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ 2 പേർക്കുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്നുള്ളത്. ശരിക്കും 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വലിച്ചു വാരി ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ആരോഗ്യം നമുക്കും നമ്മുടെ കുഞ്ഞിനും തരാൻ കഴിയുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴേക്കും ഇപ്പം നമ്മുടെ ആ ഒരു ഏർലി സ്റ്റേജിൽ കുഞ്ഞിന്
കുഞ്ഞിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഫുഡിൽ നിന്ന് കിട്ടുന്ന വിറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ ശരീരം പെട്ടെന്ന് ആഗിരണം ചെയ്ത് കുഞ്ഞിൻ്റെ ഗ്രോത്തിനും കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് ആ വിറ്റമിൻസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇങ്ങനെ ആ വിറ്റമിൻസ് യൂട്ടിലൈസ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ആ ഒരു ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും നമുക്ക് വിശപ്പ് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ചില സ്ത്രീകളിൽ പ്രഗ്നൻസിയുടെ ഏർലി സ്റ്റേജിൽ അങ്ങനെയുള്ളൊരു സിംറ്റമും കണ്ടുവരാറുണ്ട് കേട്ടോ. മൂന്നാമതായിട്ട് ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഉറക്കം വരലാണ്. ഉറക്കം വരലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരൊക്കെ നമുക്ക് രാവിലെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടക്കാറുണ്ട്. പക്ഷേ നമുക്കൊരു ക്ഷീണം വരിക, മൊത്തത്തിലൊരു തളർച്ച വന്നിട്ട് നമുക്ക് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു രീതിക്ക് നമ്മൾ പോകുന്ന ഒരു സിറ്റുവേഷൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള പല സ്ത്രീകളും ഫേസ് ചെയ്യാറുണ്ട്. ശരിക്കും എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് വിശപ്പ് നല്ലതുപോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഉറക്കവും വളരെ മോശമായിട്ടായിരുന്നു എനിക്ക് ഉറക്കം ഉണ്ടായിക്കൊണ്ടിരുന്ന വെച്ചത്. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്ന സമയമായിരുന്നു എൻ്റെ ആ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്ന പല ലക്ഷണങ്ങളും. അതായത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നുക, ഓവറായിട്ട് നമുക്ക് കൈ കിട്ടുന്നതെല്ലാം കഴിക്കാനായിട്ട് തോന്നും, അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും വിശക്കും. ഇങ്ങനെയുള്ളൊരു ടെൻഡൻസി ആയിരുന്നു എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന വെച്ചത്. അതുപോലെ തന്നെ ഉറക്കം, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് ഒരു ഉറക്കമായിരുന്നു. എത്ര നേരം ഞാൻ ഉറങ്ങുമെന്ന് എനിക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് പ്രഗ്നൻസിയുടെ ആയിട്ടുള്ള ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴേക്കും എനിക്ക് ക്ഷീണവും ഉറക്കമൊക്കെ വളരെ കൂടുതലായിരുന്നു. എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നിയിരുന്നു. ഞാൻ ഒരു ആക്ടിവിറ്റീസും ചെയ്യാതെ വെറുതെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിരുന്നു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒന്ന് ആക്റ്റീവായി ഇങ്ങനെ ഇരുന്നാൽ പോരാ എന്ന് ചിന്തിച്ചിട്ടൊന്ന് എഴുന്നേറ്റൊക്കെ തുടങ്ങിയത്. അപ്പോൾ പല സ്ത്രീകളിലും ഇങ്ങനെ ഉറങ്ങാനായിട്ടുള്ള ടെൻഡൻസീസ് ഉണ്ടാകും. നമുക്ക് ഉറങ്ങി തീരാത്തൊരവസ്ഥ, എത്ര നേരം കിടന്നുറങ്ങാൻ പറ്റുമോ അത്ര നേരം കിടന്നുറങ്ങാനായിട്ട് നമുക്ക് തോന്നും. പല സ്ത്രീകളിലും കണ്ടുവരുന്ന 3 ടൈപ്പ് പ്രഗ്നൻസി ലക്ഷണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ 3 കേട്ടോ. അപ്പോൾ നിങ്ങളിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പീരീഡ് മിസ്സായി കഴിഞ്ഞിട്ടോ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് കെയർ എടുക്കുക. നിങ്ങളുടെ ശരീരത്തിൽ വേണ്ടുന്ന വിറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ചിലപ്പോൾ ഒരു പ്രഗ്നൻസിയുടെ ലക്ഷണമായിട്ടും മാറാം. ഒരു ലക്ഷണവും ഇല്ലാതെ നമുക്ക് പ്രഗ്നൻസി ഒരിക്കലും ഉണ്ടാവില്ല. ലക്ഷണങ്ങളില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് മെജോറിറ്റി ആയിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ നമുക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ എൻ്റെ മോള് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് മെജോറിറ്റി ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഉണ്ടായിട്ടില്ല. അതായത് വോമിറ്റിംഗ് ഉണ്ടായിട്ടില്ല, ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടില്ല, കാലിന് വേദന ഉണ്ടായിട്ടില്ല, മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നിട്ടില്ല, ഉറക്കം വരലുണ്ടായിരുന്നിട്ടില്ല. പക്ഷേ മൈന്യൂട്ടായിട്ടുള്ള മറ്റുള്ള ലക്ഷണങ്ങളെല്ലാം എനിക്ക് കണ്ടുവരികയും തുടങ്ങിയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.